ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഏവർക്കും പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്താണോ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് കേൾക്കുവാനുള്ള മനസ്സൊരുക്കത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും. ഹീബ്രൂസ് ചാപ്റ്റർ 3:1. നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹീതമായ കർത്തൃദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ആക്കി തന്ന ഓർമ്മയുടെ ചിഹ്നങ്ങളോട് കൂടെ ചേർന്ന് അങ്ങയെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കാനായിട്ട് നന്ദിയോടെ സ്തോത്രം. തുടർന്ന് അല്പസമയം അവിടുത്തെ തിരുവചനത്തിന് മുൻപിൽ അടിയങ്ങളായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അടിയങ്ങളോട് സംസാരിക്കണം. അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മാറ്റം വരുത്തി അങ്ങേക്ക് കൂടുതൽ പ്രസാദകരമായ ജീവിതം നയിപ്പാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കണം. മഹത്വം അങ്ങേക്ക് നൽകുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇവിടെ നാം വായിച്ചു കേട്ട ഈ വേദഭാഗം നമുക്ക് ഏവർക്കും വളരെയധികം സുപരിചിതമായ വേദഭാഗമാണ്. അനേകം പ്രസംഗങ്ങൾ തന്നെ ഈ ഒരു വേദാംശത്തിൽ നിന്ന് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് ദൈവം ഹൃദ്യമായി സംസാരിച്ച ഒരു വേദഭാഗമാണിത്. നമ്മളുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ കേൾക്കുകയായിരുന്നു, അനേകം പ്രതിസന്ധികളെ നേരിട്ട് വേണം നാം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട്. നാം നനയ്ക്കാത്തതും നാം ചിന്തിക്കാത്തതുമായിട്ടുള്ള രീതിയിലുള്ള പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് നാം ഈ ഭൂമിയിൽ ജീവിത യാത്ര തുടരുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ, ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുകയാണ്, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുകയും. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്നുള്ളതാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്. ഇവിടെ യേശുവിനെ കാണുക എന്നല്ല പറയുന്നത്, യേശുവിനെ നോക്കുക. നമുക്കറിയാം, നാം യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നാം സ്വതവേ നടക്കുമ്പോഴൊക്കെയും നമ്മുടെ മുൻപിലൊക്കെയും പല കാഴ്ചകൾ കാണുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അതല്ല ഇവിടെ പറയുന്നത്. നാം നോക്കുവാനായിട്ട് ഇടയായി തരണം. നാം കുറച്ചുകൂടെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള നമ്മുടെ ശ്രദ്ധ കുറച്ചുകൂടെ അവിടെ നൽകുവാനായിട്ട് ഇടയായി തരണം. വെറുതെ നോക്കിയാൽ മാത്രം പോരാ. ഇവിടെ ഒരു വാക്കും കൂടെ കടന്നാണ് പറയുന്നത്, നാം ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നാം ജീവിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നത്. ഇതേ ആശയം തന്നെ എബ്രായ ലേഖനത്തിന്റെ പല ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അത് നാം ഇന്ന് രാവിലെ കാലം ചിന്തിച്ച വിഷയം തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്ന വിഷയമാണ്. ആ വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളും ശ്രദ്ധിക്കുക. അവിടെ നമ്മുടെ ഓട്ടത്തെ പറ്റി പറയുകയാണ്. നിങ്ങളുടെ ഓട്ടം അത് എങ്ങനെയായിരിക്കണം? അത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആ ഓട്ടത്തിന്റെ മധ്യത്തിൽ വിശ്വാസന നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കിയായിരിക്കണം നമ്മുടെ ഓട്ടം. മാത്രമല്ല 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ആ ഓട്ടത്തിന്റെ മധ്യത്തിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു പക്ഷേ ക്ഷീണിച്ച് മടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ആ ഓട്ടത്തിന്റെ മധ്യത്തിൽ ഒരു പക്ഷേ ക്ഷീണിച്ച് മടുക്കുകയാണെങ്കിൽ, ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക. യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഓട്ടം തുടരുന്നതെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതെ നിങ്ങളുടെ ഓട്ടം തുടരുവാനായിട്ട് ഇടയായിത്തീരും. 7-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ അവിടെയും നമുക്ക് ഇതേ കാര്യം പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. 7-ാം അധ്യായം 4-ാമത്തെ വാക്യം, chapter 7:4. There also we can see the writer is saying to look unto Jesus Christ. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുകയും എന്ന് അവിടെ എബ്രായ ലേഖനകാരൻ പറയുന്നു. നമുക്ക് ആദ്യം വായിച്ച വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, നമ്മുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. കൺസിഡർ ജീസസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്നാൽ മലയാളത്തിൽ
അതിൽ കുറച്ചും കൂടെ അതിൽ ആശയം പറയുന്നുണ്ട്, നാം യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവാനായിട്ട് ഇടയായി തീരണം. ഞാൻ കഴിഞ്ഞ ദിവസം ഫോർവേഡ് ചെയ്ത് കണ്ട ഒരു കഥ നിങ്ങളോട് ആദ്യം പറഞ്ഞ് ഈ ഒരു വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. കഥയാവുമ്പോൾ പലപ്പോഴും കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരും ഓർത്തിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മറന്നാലും ചിലപ്പം കഥയെങ്കിലും ഓർത്തിരിക്കും. അതുകൊണ്ടാണ് ഞാനൊരു കഥ പറഞ്ഞ് ഈ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. ഏതോ ഒരു നാട്ടിൽ നടന്ന സംഭവമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏത് നാട്ടിലാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു നാട്ടിൽ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ഒരു മകളുണ്ടായിരുന്നു. ഒരു കൊച്ചു മകളാണ്. ആ മകൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുമായിരുന്നു. വളരെ ഭക്തരായിട്ടുള്ള ഭവനക്കാരൊക്കെയായിരുന്നു. എന്നാൽ ഈ മകൾ പള്ളിയിൽ പോകുന്നെങ്കിലും അവൾ പള്ളിയിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും വാച്ച് ചെയ്യാറുണ്ട്. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കും, അവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് നാം ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല, അവരെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടാണ്. ആ നിലയിൽ ഈ ഒരു കൊച്ചു ബാലികയും എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവർ ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരുപക്ഷെ അവിടെ പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരിക്കാം, അച്ഛൻ എന്താണ് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്ത വിഷമമുണ്ടായി. കാരണം അവൾ നോക്കിയപ്പോൾ അവിടെ ആരാധന അവിടെ നടക്കുന്നുണ്ട്, എന്നാൽ പലരും മൊബൈലിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ശ്രദ്ധിച്ചപ്പോൾ ഇതാ അവിടെ ചിലരും മൊബൈലിൽ ഓരോ മെസ്സേജോ എന്തൊക്കെയൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ അലക്ഷ്യമായിട്ടിരിക്കുന്ന കുറച്ചു പേരെ അവൾ കണ്ടു. അവിടെ ആരാധനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷെ ഇവൾ നോക്കിയപ്പോൾ പലരും പല കാര്യങ്ങളിൽ അവർ ഇൻവോൾവ് ആയിട്ട് അവരവരുടെ കാര്യങ്ങളിൽ മൊബൈൽ നോക്കിയും കളിച്ചും, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ആരാധനയിൽ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരെ അവൾക്ക് കാണുവാനായിട്ട് ഇടയായി. മാത്രമല്ല, അവൾ ചിന്തിച്ചപ്പോൾ ആരാധന കഴിഞ്ഞപ്പോൾ ആരും തന്നെ അവളോട് സംസാരിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ വഴിക്ക് പോകുന്ന ഒരു വളരെ സങ്കടകരമായ മനോഭാവം അവൾക്ക് കാണുവാനായിട്ട് ഇടയായി. മാത്രമല്ല, ചിലരൊക്കെയും അവർ അറിയാതെ മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നതൊക്കെയും, ഇവൾ കൊച്ചു ബാലികയാണ്, ഇവൾ അറിയത്തില്ല എന്ന് ചിന്തിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്നതൊക്കെയും അവൾ കേൾക്കുവാനായിട്ട് ഇടയായിരുന്നു. ഇതൊക്കെയും അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ അവൾ അവിടെ വെച്ചൊന്നും പറഞ്ഞില്ല. അവൾ വീട്ടിലെത്തിയപ്പോൾ അവളുടെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി അടുത്ത ആഴ്ച മുതൽ ഞായറാഴ്ച വരുന്നില്ല. എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് എൻ്റെ മനസ്സ് എന്നെ അനുവദിക്കുന്നില്ല എന്ന് അവൾ അവളുടെ പിതാവിനോട് പറഞ്ഞു. അപ്പോൾ ആ പിതാവ് അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നീ അടുത്ത ഞായറാഴ്ച എൻ്റെ കൂടെ വരണം. എന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നീ ഒരു ഗ്ലാസ്സിൽ വെള്ളം, ആ ഗ്ലാസ് തുളുമ്പുന്ന ലെവലിൽ അല്ല, അത് നിറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അടുത്ത ഞായറാഴ്ച നീ ആ ദേവാലയത്തിന്റെ ചുറ്റും ഒരു 2 പ്രാവശ്യം വലം വയ്ക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആ ഗ്ലാസ്സിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാതെ വേണം നീ അത് ആ ദേവാലയം 2 പ്രാവശ്യം ചുറ്റുവാനായിട്ട്. അപ്പൊ അവൾ പറഞ്ഞു, സമ്മതിച്ചു, ഏതായാലും ഈ കാര്യമല്ലേ, ഞാനൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ച് അടുത്ത ഞായറാഴ്ച അവൾ പിതാവിനോടൊപ്പം അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ പിതാവ് അവൾക്ക് ഗ്ലാസ് കൊടുത്തു, വെള്ളം നിറച്ചു കൊടുത്തു. അത് അവൾ വളരെ ശ്രദ്ധയോടെ പിടിച്ച് അവിടെ ആരാധന നടക്കുകയാണ്, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ആ സമയത്ത് അവൾ അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുറ്റിനും നടന്നു. 2 പ്രാവശ്യവും നടന്നു. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകാതെ തന്നെ തിരിച്ച് പിതാവിന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. എന്നിട്ട് പിതാവ് ചോദിച്ചു, നീ ഇപ്പോൾ ആരെങ്കിലും മൊബൈൽ കളിക്കുന്നത് കണ്ടോ? ആരും മൊബൈൽ കളിക്കുന്നത് കണ്ടില്ല. ആരെങ്കിലും കുറ്റം പറയുന്നത് കണ്ടോ? ആരും കുറ്റം പറയുന്നത് കണ്ടില്ല. ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും എതിരായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റം പറഞ്ഞത് കണ്ടോ? ഒന്നും കണ്ടില്ല. അപ്പോൾ അതിൽ നിന്ന് പിതാവ് പറഞ്ഞു കൊടുത്ത പാഠം, നീ ശ്രദ്ധിക്കേണ്ടതല്ല നീ ശ്രദ്ധിച്ചത്. എന്തിനാണ് നീ ഞായറാഴ്ച യോഗത്തിന് പോകുന്നത്? എന്തിനാണ് നീ പള്ളിയിൽ പോകുന്നത്? നീ പള്ളിയിൽ പോകുന്നത് യേശുവിനെ ആരാധിക്കുവാനായിരിക്കണം. നീ പോകുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ
നിനക്ക് അതിലൊരു പക്ഷെ നിരുത്സാഹം വരുവാനായിട്ട് ഇടയായി തീരും. എന്നാൽ നിന്റെ നോട്ടം, നിന്റെ ശ്രദ്ധയോടുള്ള നോട്ടം അത് യേശുക്രിസ്തുവിലായിരിക്കണം, അവനെ ആരാധിക്കലായിരിക്കണം നിന്റെ ആഗ്രഹം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് അവിടെ പോകുവാനും ആ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീരും. ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ഈ ഒരു വാക്യഭാഗത്തേക്ക് എന്റെ ശ്രദ്ധ വരുവാനായിട്ട് ഇടയായി തീരും. നമുക്ക് ഈ വേദഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരാം. നാം ഇവിടെ കാണുന്നത് എന്താണ്? നാം ശ്രദ്ധിച്ചു നോക്കണം. ആരെയാണ് ശ്രദ്ധിച്ചു നോക്കേണ്ടത്? യേശുവിനെയാണ് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. നാം മറ്റുള്ളവരെ നോക്കിക്കൊണ്ടല്ല നാം കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ആയിരിക്കേണ്ടത്. എൻ്റെ കർത്താവിനെ എനിക്ക് ആരാധിക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ആഗ്രഹം. മാത്രമല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമ്മുടെ ആഗ്രഹം എൻ്റെ കർത്താവിനെ മുൻകണ്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളതായിരിക്കണം. ആ ഒരു ആശയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. In our Christian life we must watch closely, we must look closely to Jesus alone. യേശു ക്രിസ്തുവിനെ നോക്കി ശ്രദ്ധയോടുകൂടെ ജീവിക്കുവാനായിട്ട് ഇടയായിരിക്കണം. യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് എന്തെല്ലാം കാണുവാനായിട്ട് സാധിക്കും? യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് രണ്ട് കാര്യം പ്രധാനമായിട്ട് കാണാനായിട്ട് സാധിക്കും. അവൻ ആരാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അവൻ ആരാണ് എന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് ഇടയായി. നാം ശ്രദ്ധിച്ച് യേശു ക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ അവൻ ആരാണ്, അവന്റെ മഹത്വത്തെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നത് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നാം അവനിൽ ശ്രദ്ധിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അത് സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിനെ നോക്കി നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരും. എൻ്റെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ ആ നിലയിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സ് പലപ്പോഴും പതറുന്ന സാഹചര്യത്തിൽ കർത്താവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരണം. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ എബ്രായ ലേഖനകാരൻ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ആ വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. കിട്ടിയവർക്ക് ആരെങ്കിലും വായിക്കാമോ? അതെ, നാം അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, നമുക്കറിയാം എബ്രായ ലേഖനം മുഴുവനായിട്ടുള്ള വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ്. എബ്രായ ലേഖനത്തിലെ വിഷയം ആ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നവർ പതുക്കെ വഴുതി പുറകിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ അവരുടെ മുൻപിൽ വരച്ചു കാണിക്കുക എന്നുള്ളതാണ് എബ്രായ ലേഖനകാരൻ ഈ ഒരു ലേഖനം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ആദ്യം തന്നെ എബ്രായ ലേഖനകാരൻ പറയുകയാണ്, പണ്ട് നിങ്ങളോട് അരുളി ചെയ്തിരുന്നത് പ്രവാചകന്മാർ മുഖാന്തരം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അരുളി ചെയ്തിരിക്കുന്നത് പുത്രൻ മുഖാന്തരമാണ്. മാത്രമല്ല പുത്രന്റെ ആ മഹത്വത്തെ ചില വാക്കുകളിൽ അവിടെ ആദ്യത്തെ ആ ഭാഗത്ത് തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവന്റെ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത എന്താണ്? അവൻ ആരാണ്? 2-ാമത്തെ വാക്യം നോക്കുക. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുന്നു. യേശുക്രിസ്തുവിന്റെ ചില പ്രത്യേകതകൾ മാത്രം അവിടെ എടുത്തു പറയുകയാണ്. അത് ഓരോന്നും വർണ്ണിച്ചു തീർക്കുവാനോ മനസ്സിലാക്കി തീർക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. അവൻ സകലത്തിനും അവകാശിയാണ്. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. നാം കൊലോസ്യ ലേഖനത്തിലേക്കൊക്കെ കടന്നു വന്നാൽ അതിന്റെ കുറച്ചും കൂടെ വിശുദ്ധമായിട്ട് അപ്പോസ്തലനായ പൗലോസും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വേദഭാഗത്തിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. അവൻ ആ തത്വത്തിന്റെ മുദ്രയാണ്.
സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ കർത്താവായ യേശുക്രിസ്തു. അവൻ ആരാണ് എന്നുള്ളത് ആയിരിക്കണം നാം അവനെ കുറച്ചുകൂടെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കേണ്ടത്. രണ്ടാമതായിട്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. അവനെ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ്. ആ മൂന്നാമത്തെ വാക്യത്തിൽ തന്നെ നാം ഇങ്ങനെ കാണുന്നു, അവൻ പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവൻ പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി. നമ്മളുള്ള ബന്ധത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുകയാണെങ്കിൽ അവന്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ എത്രയോ ഉന്നതനാണ് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അവൻ നമുക്ക് എന്താണ് ചെയ്തു തന്നത്? അവൻ നമ്മുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരം ഉണ്ടാക്കി. അവൻ പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കുവാൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന വിഷയമാണ്. മാത്രമല്ല അവൻ പാപങ്ങളുടെ പരിഹാരം ഉണ്ടാക്കിയ ശേഷം അവൻ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഇപ്പോഴവൻ എവിടെയായിരിക്കുന്നു? അവൻ മഹിമയുടെ വലത്ത് ഭാഗത്തായിരിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷതകളോടുള്ള ബന്ധത്തിൽ നാം അവിടെ വായിക്കുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് യാഗം കഴിക്കുവാനായിട്ട് പ്രത്യക്ഷനായി. 9-ാം അധ്യായം ചാപ്റ്റർ 9 verse 24 to 28 we can see the 3 appearances of Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനു വേണ്ടി ഒരിക്കൽ പ്രത്യക്ഷനായി? പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇപ്പോൾ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. എവിടെ പ്രത്യക്ഷനായിരിക്കുന്നു? 24-ാമത്തെ വാക്യം നോക്കിയാൽ അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. എന്നാൽ മൂന്നാമതൊരു പ്രത്യക്ഷതയും കൂടെ, അത് ഒടുവിലത്തെ വാക്യത്തിൽ 28-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. എന്തിനു വേണ്ടി? പാപങ്ങളെ ചുമപ്പാനല്ല, മറിച്ച് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇപ്പോൾ സ്വർഗത്തിൽ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. എന്നാൽ രണ്ടാമത് അവൻ പ്രത്യക്ഷനാകും. നമുക്ക് വേണ്ടി നമ്മെ ചേർക്കുവാനായിട്ട് അവൻ വീണ്ടും പ്രത്യക്ഷനാകും എന്നുള്ള മഹത്വകരമായ കാര്യമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവൻ ആരാണ്? അവന്റെ മഹത്വം എത്രമാത്രമാണ്? മാത്രമല്ല അവൻ നമുക്ക് വേണ്ടി എന്തായി തീർന്നു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ നാം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ അപ്പോസ്തലനാണ്, അവൻ മഹാപുരോഹിതനാണ്. അവിടെ നമുക്ക് വേണ്ടി അയക്കപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തു, നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി തീർന്ന കർത്താവായ യേശുക്രിസ്തു, അങ്ങനെയുള്ള യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാനായിട്ടാണ് പറയുന്നത്. എബ്രായ ലേഖനം ഉടനീളം നാം ചിന്തിച്ചതുപോലെ എബ്രായ ലേഖനകാരൻ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, യേശുക്രിസ്തു എല്ലാവരെക്കാട്ടിലും ഉന്നതൻ. 1-ാം അധ്യായത്തിൽ നാം കണ്ടു അവൻ പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ. 1-ാം അധ്യായത്തിൽ തുടർന്ന് നാം കാണുന്നു അവൻ ദൂതന്മാരെക്കാൾ ഉന്നതനായവൻ. പിന്നീട് നാം അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ അവൻ മോശയേക്കാൾ ഉന്നതൻ, അഹരോനേക്കാൾ ഉന്നതൻ, യോശുവയേക്കാൾ ഉന്നതൻ, അവൻ ദേവാലയത്തെക്കാൾ ഉന്നതൻ, ന്യായപ്രമാണത്തെക്കാൾ ഉന്നതൻ, ഏറ്റവും ഉന്നതനായവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതെല്ലാം കണ്ടിട്ട് എബ്രായ ലേഖനകാരൻ പറയുകയാണ്, ഇവൻ എത്ര മഹാനെന്ന് നോക്കുകയും അവന്റെ മഹത്വത്തിന്റെ ഒരു പൊടിയെങ്കിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അവന്റെ മഹത്വത്തെ നാം ദർശിക്കുകയാണെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മറ്റെന്തെല്ലാം സംഭവിച്ചാലും അവന്റെ മഹത്വത്തെ നോക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് ഇടയായി തീരും. ആ നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മുൻകണ്ടുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ഞാനിപ്പോൾ ഇരുന്നപ്പോൾ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഈ ആരാധന അത് നിങ്ങൾക്ക് സുഗ്രാഹ്യമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് വെറുതെ പോകേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിത്യം നിത്യം ഈ ആരാധനയാണ് സംഭവിക്കുന്നത്. അവിടെ നിത്യകാലം അവിടെ ഈ ആരാധനയാണുള്ളത്. ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് മടുപ്പാണെങ്കിൽ അവിടെ സ്വർഗത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവിടെ നിത്യമായിട്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ടാണ് നമ്മുടെ ഓരോരുത്തരെ ആഗ്രഹം. ഒരുപക്ഷെ എല്ലാ സമയവും ഇങ്ങനെ കർത്താവിനെ ആരാധിക്കുവാൻ പറ്റിയിരുന്നുവെങ്കിൽ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. നമുക്കറിയാം ഈ ഭൂമിയിൽ നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. എന്നാൽ നിത്യം അവനെ ആരാധിക്കുന്നത് ഒരു സുദിനം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്ക് നോക്കുവാനുള്ളത് നമ്മിലേക്കല്ല, മറ്റുള്ളവരിലേക്കല്ല, മറ്റു സഭകളിലേക്കൊന്നുമല്ല. ആരിലേക്കാണ് നോക്കാനുള്ളത്? നമ്മുടെ കർത്താവിലേക്ക് നോക്കി ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവിനെ നോക്കി ഈ നിലയിൽ ജീവിച്ച ഒരു സാഹചര്യം കൂടെ കാണിച്ച് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം, മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 4. There we can see the disciples are looking closely
to Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെയധികം ശ്രദ്ധിച്ച് നോക്കിയ ഒരു വേദഭാഗം, ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു സംഭവം അല്പമായിട്ടൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Matthew's Gospel, chapter 14, verse 22 to 33. 22 മുതൽ 33 വരെയുള്ള വേദഭാഗങ്ങളിലാണ് ആ ഒരു വിഷയം പറയുന്നത്. എന്നാൽ ഞാനത് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവിടുത്തെ വിഷയം അപ്പോസ്തലനായ പത്രോസ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് കടലിന്മേൽ നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഏവർക്കും നല്ലവണ്ണം അറിയാവുന്ന വിഷയം തന്നെയാണ്. ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയട്ടെ. അവിടെ ഈ ഒരു 14-ാം അധ്യായം അല്ലെങ്കിൽ 13-ാം അധ്യായം നമുക്കറിയാം ദൈവരാജ്യത്തെ പറ്റിയുള്ള ഉപമകളാണ് പറയുന്നത്. 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ യോഹന്നാൻ സ്നാപകനെ തല ഛേദിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിന്റെ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം നാം കാണും. അതിനുശേഷമാണ് ഈ ഒരു സംഭവം. 22-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നോട് കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്തുവാനായിട്ട് സാധിക്കും. Matthew's Gospel, chapter 14, verse 22 and 23. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുൻപായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. 24-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അവിടെ നാം കാണുന്നത്, ഇവിടെ നമുക്കറിയാം 5000 പുരുഷന്മാരെ പോഷിപ്പിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ ഒരു തിടുക്കം, യേശുക്രിസ്തുവിന്റെ ഒരു ആഗ്രഹം നമുക്കറിയാം. എപ്പോഴാണെങ്കിലും യേശുക്രിസ്തുവിന്റെ ആഗ്രഹം അവന് തനിയെ മലയിലേക്ക് പോകണം, എന്തിനു വേണ്ടി? പിതാവുമായിട്ട് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ആ നിലയിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു ആ ബഹുപുരുഷാരത്തെ എങ്ങനെങ്കിലും പറഞ്ഞു വിട്ട് ശിഷ്യന്മാരെയും കുറച്ചൊന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി തനിയെ മലയിലേക്ക് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് മുൻപായിട്ട് അക്കരയ്ക്ക്, അവിടെ നാം 34-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, അവർ അക്കരെ എത്തി ഗന്നസര ദേശത്തേക്കാണ് ശിഷ്യന്മാരെ അവിടെ പറഞ്ഞയക്കുന്നതായിട്ട് നാം കാണുന്നത്. അപ്പോൾ തനിക്ക് മുൻപായിട്ട് താൻ വരുന്നുണ്ട്, എന്നാൽ കുറച്ചു നേരം ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തി തനിക്ക് ആ മലയിലേക്ക് പോയി പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള ആ ഒരു ആഗ്രഹത്തിൽ ഇവരെ തനിക്ക് മുൻപായിട്ട് ആ ഒരു പടകിൽ കയറി വിടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിട്ടാണ് ഈ ശിഷ്യന്മാര് പടക് കയറി അക്കരയ്ക്ക് പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ അവരൊക്കെയും പോയ ശേഷം കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി അവിടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതായിട്ട് നാം കാണുന്നു. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. എന്നാൽ ഇവർ പോകുന്ന മധ്യത്തിൽ അവിടെ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു എന്ന് നാം അവിടെ കാണുന്നു. നാം പലപ്പോഴും ചിന്തിക്കും, ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരുപക്ഷെ ഞാൻ ദൈവഹിത പ്രകാരം ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്ത വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ഈ ഒരു വേദഭാഗത്ത് നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് അവരോട് പടകിൽ കയറി അപ്പുറത്ത് പോകാൻ പറഞ്ഞത്. അപ്പോൾ അവർ ചിന്തിച്ച് കാണും, ഒരുപക്ഷെ ഇതിൽ യാതൊരു പ്രശ്നവും വരില്ല എന്ന് ചിന്തിച്ച് കാണാം. എന്നാൽ ഇതിന്റെ മധ്യത്തിലും അവർക്ക് പ്രതികൂലം വരുന്നതായിട്ട് നാം കാണുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് അവരെ പറഞ്ഞു വിട്ടതെങ്കിലും അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുന്നതായിട്ട് നാം കാണുന്നു. അതിൽ നമുക്ക് ഒന്നാമത് പഠിക്കാൻ കഴിയുന്ന കാര്യം, the storms may come any time in our life. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, നാം ചിന്തിക്കാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഏത് സമയത്തും നമുക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരുപക്ഷെ നാം ദൈവഹിത പ്രകാരം തന്നെ ആയിരിക്കാം ജീവിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലും ഒരുപക്ഷെ പ്രതികൂലങ്ങൾ നമുക്ക് കടന്നു വരുവാനായിട്ട് സാധ്യതയുണ്ട്. തുടർന്ന് നാം കാണുന്നത് അവിടെ കാറ്റ് പ്രതികൂലമാകുന്നു, അവർ വളരെയധികം വിഷമിക്കുന്നു. എന്നാൽ 25-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇവരുടെ ഈ അവസ്ഥ അറിഞ്ഞ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് രാത്രിയിൽ 4-ാം യാമത്തിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം വെളുപ്പിനെ 3 മണി തൊട്ട് 6 മണി വരെയുള്ള സമയം, ആ ഒരു സമയത്ത് യേശുക്രിസ്തു അവരുടെ അടുക്കലേക്ക് വരുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ ഇവർ
യേശുക്രിസ്തു ആണ് ഇവരോട് പോകുവാൻ പറഞ്ഞത്. അപ്പോൾ ഇവരുടെ നോട്ടം ഇപ്പോൾ എവിടെയാണ്? യേശുക്രിസ്തുവിൽ നിന്ന് മാറി അവരുടെ സാഹചര്യത്തിലേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരുടെ സാഹചര്യത്തിലേക്ക് നോക്കിയപ്പോൾ അവർ വല്ലാതെ വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും യേശുക്രിസ്തു അവിടെ ദൂരെയാണെങ്കിലും ഇവരുടെ സാഹചര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി യേശുക്രിസ്തു ഇവരെ അടുത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കലെത്തി. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ്? കടലിന്മേൽ നടന്ന് അവരെ അടുക്കലെത്തിയെങ്കിലും ഇത് യേശുക്രിസ്തു ആണെന്ന് അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചില്ല. അവർ ചിന്തിച്ചത്, അയ്യോ ഇതെന്താണ്, ഒരു ഭൂതമാണോ? ഒരുപക്ഷെ ആ സമയത്തുണ്ടായിരുന്ന ഒരു ചിന്തയായിരിക്കാം, ഇങ്ങനെ കടലിലൊക്കെയും സംഭവങ്ങൾ ഉണ്ടായി മരിക്കുന്നത് ഒരു ഭൂതത്താലായിരിക്കാം, ഇങ്ങനെ മരിക്കുന്നതെന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം അവർ ചിന്തിച്ചത് യേശുക്രിസ്തു ആണോ അതോ ഒരു ഭൂതമാണോ വരുന്നത് എന്ന് കണ്ട് അവർ ഭയപ്പെടുവാനായിട്ടിടയായി തീർന്നു. അവരുടെ ഭയം മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തു പറയുകയാണ് 27-ാമത്തെ വാക്യത്തിൽ, ധൈര്യപ്പെടുവീൻ, ഞാൻ ആകുന്നു, പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ ആകുന്നു എന്നുള്ള യേശുക്രിസ്തുവിന്റെ വാക്ക് കേട്ടപ്പോൾ അവർക്ക് അന്നേരം മനസ്സിലായി, ഇത് മറ്റാരുമല്ല, ഞങ്ങളുടെ ഗുരുവായ കർത്താവായ യേശുക്രിസ്തു ആണ് എന്നുള്ളത് നമുക്ക് അവിടെ ശിഷ്യന്മാർ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഞാൻ ആകുന്നു എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള വാക്കാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ ഏവനാണോ അവൻ തന്നെ ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, ഞാനാകുന്നു, ഞാൻ ഇതാ നിങ്ങളുടെ അടുക്കലുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുകയും നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കണ്ട. നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് നോക്കി നിങ്ങൾ ഭയപ്പെടുന്നു, അധൈര്യപ്പെടുന്നു, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുകയും പേടിക്കേണ്ട, ഇതാ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോഴേക്ക് എല്ലാവരുടെയും നോട്ടം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ആകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോഴേക്ക് എല്ലാവരും യേശുക്രിസ്തുവിനെ നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ഒരു സമയത്ത് അവിടെ കടലിന്റെ ശാന്തതയുണ്ടായോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആ എല്ലാവരും യേശുക്രിസ്തുവിനെ നോക്കിയപ്പോൾ അവിടെ ശാന്തതയുണ്ടായോ? അവിടെ ശാന്തതയുണ്ടായില്ല. അവിടെ കടലിന് ശാന്തതയുണ്ടായില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയപ്പോൾ കടലിന് ശാന്തതയുണ്ടായില്ല. പക്ഷെ അവർക്ക് എന്ത് കിട്ടി? അവർക്ക് സമാധാനം ലഭിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ആയിക്കോട്ടെ, യേശുക്രിസ്തുവിനെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അവിടെ പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായിക്കോട്ടെ, അവിടെ പ്രശ്നങ്ങൾ തുടർന്ന് പൊയ്ക്കോട്ടെ, നമുക്ക് നമ്മുടെ നോട്ടം കർത്താവായ യേശുക്രിസ്തുവിലേക്ക് ആക്കാം. അങ്ങനെ നാം നോക്കുകയാണെങ്കിൽ അതിന്റെ മധ്യത്തിലും നമുക്ക് സമാധാനം ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് അടുത്ത് വരുവീൻ, നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ പ്രയാസന മധ്യത്തിൽ നോക്കാം, നമുക്ക് ആശ്വാസം ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. അവിടെ കാറ്റും കടലും ഒന്നും അടങ്ങിയില്ല. അന്നേരം അവർ എല്ലാവരും യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ച് നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീടുള്ള വേദഭാഗമാണ് ഞാൻ കുറച്ചുകൂടെ പറയുവാനായിട്ട് ആഗ്രഹിച്ചത്. എന്നാലും ശ്രദ്ധിക്കുക, അവിടെ പത്രോസിന്റെ ഒരു ആഗ്രഹം, കർത്താവേ നീ ആകുന്നു എന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അടുക്കലേക്ക്, 28-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, പത്രോസ്, കർത്താവേ നീ ആകുന്നു എങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അവിടെ പത്രോസിന്റെ വിശ്വാസവും ഒരു ആഗ്രഹവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ പത്രോസ് പടകിലായിരിക്കുന്നു, അവിടെ കാറ്റും കോളും ഒക്കെയുണ്ട്. അവിടെ കർത്താവിനെ കണ്ടപ്പോൾ പത്രോസിന്റെ ആഗ്രഹം, കർത്താവേ എനിക്ക് നിന്റെ അടുക്കലേക്കൊന്ന് വരണം. അത് മറ്റുള്ളവരെ കാണിക്കുവാനൊന്നും ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കർത്താവിന്റെ അടുക്കിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹമായിരിക്കാം പത്രോസിനെ അത് ചോദിക്കുവാനായിട്ട് ഇടയായിരുന്നത്. കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരേണ്ടതിന് കൽപ്പിക്കണം. അവിടെ പത്രോസിന് അറിയാം, കർത്താവ് കൽപ്പിച്ചാൽ അത് അതുപോലെ സംഭവിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസം പത്രോസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പത്രോസ് വളരെ സൂക്ഷിച്ച് കർത്താവിനെ നോക്കുകയാണ്. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ നീ ആകുന്നു എന്നല്ലേ പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കലേക്കൊന്ന് വരട്ടെ. കർത്താവ് പറയുകയാണ്, വരിക, നീ കടന്നു വരിക, എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു.
വന്നു. അവിടെ കടൽ ശാന്തമായോ? ശാന്തമായില്ല. അവിടെ കടലില് ഇപ്പോഴും പ്രശ്നം നടക്കുകയാണ്. എന്നാൽ പത്രോസ് ആരെയാണ് നോക്കുന്നത്? കർത്താവിനെ സൂക്ഷിച്ചു നോക്കുകയാണ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ ഇറങ്ങി വരിക, നീ എന്റെ അടുക്കലേക്ക് വരിക എന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് ആ വിശ്വാസം പ്രവർത്തിയിലേക്ക് കൊണ്ടുവന്ന് അത് ആ പടകിൽ നിന്ന് ഇറങ്ങി ആ വെള്ളത്തിലേക്ക് കാൽ വെച്ച് കർത്താവിന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുന്ന ഒരു മനോഹരമായ ചിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ചിത്രമാണിത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ആ പടകിൽ നിന്ന് ഇറങ്ങി ആ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും കർത്താവിനെ നോക്കിക്കൊണ്ട് ആ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഇവിടെ പത്രോസ് കർത്താവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ പടകിൽ നിന്ന് ഇറങ്ങി നടന്ന് എവിടേക്കാണ് പോകുന്നത്? കർത്താവിന്റെ അടുക്കലേക്ക്. നമ്മുടെ ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലും അതല്ലേ സംഭവിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിലും ഓരോ പടികൾ നാം വെക്കുമ്പോൾ സംഭവിക്കേണ്ടത് ഓരോ പടി നമ്മുടെ കർത്താവിനോട് കൂടുതൽ അടുത്തു വരുന്ന ഒരു അനുഭവമായിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടായാലും അതിന്റെ മധ്യത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാനുള്ള ആഗ്രഹമായിരിക്കണം നമുക്കും ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ തുടർന്ന് സംഭവിച്ച കാര്യം നമുക്ക് ഏവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. 30-ാമത്തെ വാക്യം, അവിടെ പത്രോസ് കർത്താവിന്റെ അടുക്കലേക്ക് നടക്കുവാനായിട്ട് ചില അടികൾ വെച്ചു. എന്നാൽ അവന്റെ നോട്ടം, അവൻ അത്രയും നേരം സൂക്ഷിച്ച കർത്താവിനെ മാത്രമായിരുന്നു നോക്കിയിരുന്നെങ്കിൽ ഇവിടെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ കാറ്റ് കണ്ട് പേടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ സമാധാനം നഷ്ടമായി, അവന്റെ സമനില നഷ്ടമായി. അവൻ മുങ്ങിത്തുടങ്ങുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ പത്രോസിന്റെ നോട്ടം ഒരു നിമിഷം കർത്താവിൽ നിന്ന് മാറി ആ സാഹചര്യത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ അവിടെ പത്രോസ് മുങ്ങിത്താഴുവാനായിട്ട് തുടങ്ങുന്നതായിട്ട് നാം കാണുന്നു. എന്നാൽ ഉടനെ തന്നെ തൻ്റെ സാഹചര്യം, അവിടെയാണ് ഏറ്റവും അനുഗ്രഹീതമായ കാര്യം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അവിടെ പത്രോസ് താൻ മുങ്ങിത്താഴുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടനെ തന്നെ അവന്റെ നോട്ടം മടങ്ങി തിരിച്ച് ആ കർത്താവിനെ സൂക്ഷിച്ചു നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ അതുവരെ നോക്കിയിരുന്ന കർത്താവിനെ താൻ താഴുകയാണ്, ആ നോട്ടം കർത്താവിൽ നിന്ന് മാറി മറ്റു സാഹചര്യത്തിലേക്കായപ്പോൾ താൻ താഴേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ വീണ്ടും തിരിച്ച് കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്. അവൻ മറ്റുള്ള ശിഷ്യന്മാരെ അല്ല നോക്കിയത്, പടകിനെയല്ല നോക്കിയത്, കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. വീണ്ടും അവന്റെ നോട്ടം കർത്താവിലേക്ക് ശ്രദ്ധിച്ചു നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കർത്താവ് അവന്റെ കൈ പിടിച്ച്, ആ കർത്താവിന്റെ കൈ നീട്ടി അവനെ പിടിച്ച് അവനെ ഒന്ന് ശാസിച്ചതിന് ശേഷം അവർ വീണ്ടും എല്ലാവരും പടകിലേക്ക് കയറുന്നതായിട്ട് നാം കാണുന്നു. 32-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർത്തുന്നത് കാണുന്നു. അവരെല്ലാവരും മടങ്ങി ആ പടകിൽ കയറിയപ്പോഴാണ് അവിടെ കാറ്റ് അമരുവാനായിട്ടിടെ. അതുവരെയും കാറ്റും അതിന്റെ പ്രതികൂലതകളുമുണ്ട്. അതിന്റെ മധ്യത്തിലാണ് പത്രോസ് വിശ്വാസത്താൽ നടക്കുവാനായിട്ടിടയായി തീർന്നത്. എന്നാൽ അവരെല്ലാവരും മടങ്ങി ആ കയറിയപ്പോൾ അവിടെ കാറ്റ് അമരുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ നാം ഇതിൽ നിന്ന് പഠിക്കുന്ന പാഠം എന്താണ്? നമ്മുടെ കർത്താവിനെ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ മുന്നേറി അവനോട് ചേർന്ന് ജീവിപ്പാനായിട്ട് ഇടയായി തീരും. എന്നാൽ അതിന്റെ ഒടുവിലത്തെ വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷയം കാണുന്നത്. 33-ാമത്തെ വാക്യത്തിൽ അവിടെ പടകിലുള്ളവർ ഇതെല്ലാം കണ്ടപ്പോൾ, പടകിലുള്ളവർ പത്രോസ് ഉൾപ്പെടെ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. നീ ദൈവപുത്രൻ സത്യം എന്ന് എല്ലാവരും തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ആരാധനയുടെ ഒരു മനോഹരമായ ദൃശ്യം കാണുകയാണ്. പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, പ്രയാസങ്ങൾ വരാം, എന്ത് തന്നെ വന്നാലും നമ്മുടെ കർത്താവിനെ മുൻകണ്ടുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അതെല്ലാം കർത്താവിനെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ ആ കർത്താവിനെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുകയായിരുന്നു.
എബ്രായ ലേഖനകാരൻ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ, നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ അപ്പോസ്തലനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുകയല്ല, നോക്കുകയല്ല, ശ്രദ്ധിച്ചു നോക്കുക. അവൻ എത്രമാത്രം ഉന്നതനാണെന്നുള്ളത് ശ്രദ്ധിക്കുക. അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യുവാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. ആ ശ്രദ്ധയോടുകൂടെ നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, അവനെ മുൻകണ്ടുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് മുന്നേറുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവനോട് കുറച്ചുകൂടെ അടുത്തടുത്ത് ജീവിപ്പാനായിട്ട് ഇടയായി തീരും. എന്നാൽ നാം നമ്മുടെ സാഹചര്യങ്ങളിലേക്കോ നമ്മിലേക്കോ ആണ് നോക്കുന്നതെങ്കിൽ ഒരുപക്ഷെ താണു പോകുവാനായിട്ട് സാധ്യതയുണ്ട്. ആയിക്കോട്ടെ, താണു പോകുന്ന സാഹചര്യമാണെങ്കിലും ആ സാഹചര്യത്തിൽ നിന്ന് മടങ്ങി നമ്മുടെ കർത്താവിനെ ഒന്നും കൂടെ നോക്കിയാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മെ കൈപിടിച്ചുയർത്തും. അവൻ നമ്മെ പടകിൽ ആക്കും. അവിടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനെ കൂടുതൽ സ്നേഹിക്കുവാൻ, അവനെ കൂടുതൽ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ഈ വചന കേൾവി ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എവരെയും പ്രാർത്ഥനയെ തുടർന്നും ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടും.